നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു പ്രീമിയം സെഗ്മെന്റിലുള്ള പ്രൊജക്ടറുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ടോപ്ട്രോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ലെജൻഡ് അൾട്ടിമ എന്ന് പറയുന്ന ഒരു മോഡലാണ്. വളരെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടറാണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ഹോം കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ എല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു പ്രൊജക്ടർ വർക്ക് ചെയ്യിപ്പിക്കുന്ന റൂമിൽ ലൈറ്റ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. നല്ല ക്ലിയർ ആയിട്ട് തന്നെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാലും കാണാൻ പറ്റും. അത്രയ്ക്ക് ബ്രൈറ്റ്നസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്ടറാണിത്. കൂടുതൽ സംസാരിച്ച് ഞാൻ സമയം കളയുന്നില്ല, നേരെ ഒന്ന് അൺബോക്സ് ചെയ്യാം. ഓൾറെഡി ഞാൻ അൺബോക്സ് ചെയ്ത് ആണെങ്കിലും ഒന്നുകൂടെ ഞാൻ നിങ്ങളെ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് ഇതിന്റെ ബോക്സ് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കുറച്ച് വലിപ്പമുള്ള ഒരു ബോക്സ് ആണ്. മൊത്തം ഒരു വൈറ്റ് കളർ ബോക്സിലാണ് വന്നിട്ടുള്ളത്. സാധാരണ പ്രൊജക്ടറുകളുടെയൊക്കെ ബോക്സ് കുറച്ച് കളർഫുൾ ആയിട്ടുള്ള ബോക്സ് ആണ്. പക്ഷേ ഇതിൽ അങ്ങനെ ഒരു കാര്യം ബ്രാൻഡ് എന്തായാലും കൊടുത്തിട്ടില്ല. കുറച്ച് പ്രീമിയംനെസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇങ്ങനെ ഇത് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് ഇതിങ്ങനെ താത്ത് വെക്കണം. ഇതിനുള്ളിലാണ് നമ്മുടെ പ്രൊജക്ടർ വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക ഒരു പവർ കേബിൾ ആണ്. നല്ല ഹൈ ക്വാളിറ്റിയിലുള്ളൊരു പവർ കേബിൾ ആണ് ഈ വന്നിട്ടുള്ളത്. പിന്നെ ഈ കാണുന്ന ഒരു HDMI കേബിൾ ആണ്. അടുത്തായിട്ട് ഒരു റിമോട്ടും പിന്നെ ഒരു യൂസർ മാനുവലുമാണ് ഈ ഒരു ബോക്സിൽ അക്സസറീസ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ മെയിൻ യൂണിറ്റ് ഒന്ന് വെളിയിലെടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊജക്ടറിന്റെ ഒരു ലുക്കൊക്കെ നിങ്ങൾ നോക്കിയേ. പ്രീമിയം ഫിനിഷിംഗ് ആണ് ഈ ഒരു പ്രൊജക്ടറിന്റെ ബ്രാൻഡ് നൽകിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊജക്ടർ വന്നിട്ടുള്ളത് മാറ്റ് ഫിനിഷിംഗിലാണ്. ഇതാണ് ഇതിന്റെ ഒരു ലുക്ക്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ നോക്കി, ഇവിടെ ഇതിന്റെ ബാക്ക് സൈഡിലൊക്കെ ചെറിയ ഗ്രില്ല് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ ഗ്രില്ല് രണ്ട് സൈഡിൽ നിന്നും കവർ ചെയ്ത് ബാക്ക് മൊത്തം കവർ ചെയ്താണ് ഈ ഗ്രില്ല് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നും. അതേപോലെ തന്നെ ബാക്ക് സൈഡിലാണ് ഇതിന്റെ പോർട്സ് ഒക്കെ നൽകിയിട്ടുള്ളത്. ഇവിടെ ഒരു ലാൻ നെറ്റ്വർക്ക് പോർട്ട് നൽകിയിട്ടുണ്ട്, 2 USB പോർട്ട് ഉണ്ട്, 2 HDMI പോർട്ട് ഉണ്ട്, ARC സപ്പോർട്ടഡ് ആയിട്ടുള്ള HDMI പോർട്ടാണ്. അതേപോലെ ഒരു ഹെഡ്ഫോൺ ജാക്ക് നൽകിയിട്ടുണ്ട്. താഴെയായിട്ട് പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടാണ് ഈ കാണുന്നത്. ഇത്തരം കാര്യങ്ങളാണ് ബാക്ക് സൈഡിലായിട്ട് നൽകിയിട്ടുള്ളത്. ഇതിന്റെ ടോപ്പിലായിട്ടാണ് പവർ ബട്ടൺ നൽകിയിരിക്കുന്നത്. സാധാരണ പ്രൊജക്ടറിൽ ചെറിയ പവർ ബട്ടൺ ആയിരിക്കും, പക്ഷേ ഇതിൽ കുറച്ച് വലിപ്പമുള്ള പവർ ബട്ടൺ ആണ് നൽകിയിട്ടുള്ളത്. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് പ്രൊജക്ടറാണ്. ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സ് ഒക്കെ വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സെൻസറുകൾ നൽകിയിട്ടുണ്ട്. ഈ കാണുന്നതാണ് ലെൻസ് കവർ ചെയ്യാനുള്ള ഒരു ലെൻസ് ക്യാപ്പ് കൂടെ ഈ പ്രൊജക്ടറിനൊപ്പം ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഡസ്റ്റ് ഒന്നും അകത്ത് പോകാതെ ഈ ഒരു ലെൻസ് ക്യാപ്പ് ഉള്ളത് കൊണ്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്രയുമാണ് ഇതിന്റെ ഫിസിക്കൽ ഓവർവ്യൂ ആയിട്ട് വരുന്നത്. ഞാൻ ആദ്യം ഈ പ്രൊജക്ടറിന്റെ ബ്രൈറ്റ്നസിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഹൈ ബ്രൈറ്റ്നസ് കിട്ടുന്ന ഒരു പ്രൊജക്ടർ ആണിത്. ഇതിന്റെ ബ്രൈറ്റ്നസ് വരുന്നത് 35,000 ലൂമൻസ് ആണ്. ആൻസി ലൂമൻ വരുന്നത് 3200 ആണ്. അതേപോലെ കോൺട്രാസ്റ്റ് റേഷ്യോ 22,000:1 ആണ്. അപ്പം ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഈ ഒരു പ്രൊജക്ടറിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. ഇനി കുറച്ച് ലൈറ്റ് ഒക്കെ ഉള്ള റൂമിലാണ് ഈ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പിക്ചർ ക്വാളിറ്റിയിൽ വലിയ കോംപ്രമൈസ് ചെയ്യേണ്ടതായിട്ട് വരത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കി, ഞാനിപ്പം ഫുൾ ലൈറ്റ് ഓൺ ചെയ്തിട്ടാണ് ഈ ഒരു പ്രൊജക്ടർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നല്ല ക്വാളിറ്റി ലൈറ്റ് ഉള്ള സിറ്റുവേഷനിലും ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടുന്നുണ്ട്. നല്ല ബ്രൈറ്റ്നസും അതേപോലെ തന്നെ നല്ല കോൺട്രാസ്റ്റും ഒക്കെ ലൈറ്റിംഗ് സിറ്റുവേഷനിലും ഈ ഒരു പ്രൊജക്ടറിൽ ലഭിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ ലൈറ്റ് ഇട്ടുകൊണ്ടല്ല പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത്. പ്രൊജക്ടർ സ്ക്രീൻ നമുക്ക് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഒക്കെ നല്ല ഓഫ് ആക്കി നല്ല ഡാർക്ക് ആയിട്ടുള്ള റൂമിൽ തന്നെ പ്രൊജക്ടർ യൂസ് ചെയ്യണം. അപ്പം ഡാർക്ക് റൂമിലേക്ക് വരുമ്പോൾ ഒരു സിറ്റുവേഷൻ നിങ്ങൾ നോക്കിക്കോളൂ. കളേഴ്സ് ഒക്കെ നല്ല പഞ്ചിയായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ തന്നെ ബ്ലാക്ക് കളർ ഒക്കെ ശ്രദ്ധിച്ചോളൂ, നല്ല ഡീപ്പായിട്ട് തന്നെ നമുക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അത് മാത്രമല്ല, ഈ പ്രൊജക്ടറിൽ നമുക്ക് ബ്രൈറ്റ്നസ് കൂട്ടാനും കുറയ്ക്കാനും അതേപോലെ തന്നെ പല കളർ മോഡുകൾ ഓൾറെഡി ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ്, വിപിഡ്, അങ്ങനെ പല മോഡുകളുണ്ട്. അതൊക്കെ നമുക്ക് സെറ്റിംഗ്സിൽ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യണം. ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും കളറും കാര്യങ്ങളും ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൗകര്യവും ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നല്ല കിടിലൻ പിക്ചർ ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് കിട്ടുന്നത്. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ള പ്രൊജക്ടറുകളിൽ ഏറ്റവും നല്ല പിക്ചർ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രൊജക്ടറായിട്ടാണ് ഇത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് തോന്നിയത്. ഇനി നമ്മൾ നോക്കുന്നത് ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയാണ്. 20 വാട്ട്സിന്റെ സ്പീക്കറാണ് ഇതിൽ നൽകിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു പ്രൊജക്ടറിൽ സൗണ്ട് ബാറും അതേപോലെ തന്നെ സബ്വൂഫറും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് യൂസ് ചെയ്തായിരുന്നു. അതിനോടൊപ്പം തന്നെ കൂടുതലും ഞാൻ യൂസ് ചെയ്തത് ഈ ഒരു പ്രൊജക്ടറിനുള്ളിലെ സ്പീക്കറിൽ നിന്നുള്ള സൗണ്ടാണ്. അപ്പം ഞാൻ 1-2 മൂവീസ് കണ്ടത് ഈ പ്രൊജക്ടറിലെ സൗണ്ട് തന്നെ വെച്ചിട്ടാണ്. നല്ല അടിപൊളി സൗണ്ട് ക്വാളിറ്റി ഈ ഒരു പ്രൊജക്ടറിൽ കിട്ടുന്നുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കിട്ടുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രൊജക്ടറിലും നല്ല സൗണ്ട് ക്വാളിറ്റി വരാറുണ്ട്. അതേപോലെ ഈ പ്രൊജക്ടറിന്റെ ഓഡിയോ സെറ്റിംഗ്സിലും നമുക്ക് കുറച്ചധികം കൺട്രോൾസ് ലഭിക്കും. പല മോഡ്സ് ഉണ്ട്, അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നുണ്ട്. ഈ സാധനമൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് പൂവള്ളിയില് എന്റെ തറവാട്, അത് അവിടെ എത്തിക്കണം. ഈ പൊട്ടിയും ചളിങ്ങിയതൊക്കെ വിട്ടേക്ക്. പകരം പുതിയത് വേണം പൂവള്ളിയിലെത്താൻ, മനസ്സിലായോ? അതിപ്പോ മീൻ കറി വെക്കുന്ന ചട്ടിയായാലും ശരി. കേട്ടാ മണി ദിനേശ, അങ്ങനെ ചെയ്യാൻ പറയണം. അല്ലെങ്കിൽ ഞാനങ്ങ്
വരും മണപ്പള്ളിക്ക്. ഇനി നിങ്ങൾക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അതിന് സ്റ്റെറൽ സൗണ്ട് ബാറോ സബ് ബൂഫറോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ HDMI ARC സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ARC സപ്പോർട്ടുള്ള സൗണ്ട് ബാർ ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത്രയും കൂടുതൽ സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒപ്പം ഡോൾബി ഓഡിയോയും ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഇനി ഈ പ്രൊജക്ടറിന്റെ ലാംബ് ലൈഫ് കമ്പനി പറയുന്നത് 50,000 അവേഴ്സ് ആണ്. ഇതൊരു ഫുൾ HD പ്രൊജക്ടർ ആണ്, 4K പ്രൊജക്ടർ അല്ല. പക്ഷേ നമുക്ക് ഇതിൽ 4K 60 FPS ഫയലുകൾ പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. HDR10 ഫയലുകൾ പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഫോർമാറ്റുകളുണ്ട്. ഇതിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ വരുന്നത് 1080p ആണ്. അതായത് ഒരു ഫുൾ HD പ്രൊജക്ടർ ആണ്. അതിനോടൊപ്പം ഇതിൽ MEMC ടെക്നോളജി വരുന്നുണ്ട്. മോഷൻ എസ്റ്റിമേഷൻ, മോഷൻ കോമ്പൻസേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ ആണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിവിയിലും പ്രൊജക്ടറിലും ഒക്കെയാണ് സാധാരണ ഈ ഒരു ഫീച്ചർ നമ്മൾ കണ്ടുവരുന്നത്. ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടെ യൂസ്ഫുൾ ആവും. പിന്നെ ഇതിന്റെ സ്ക്രീൻ സൈസ് 300 ഇഞ്ച് ആണ്. അതായത് 300 ഇഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊന്നും ഒരു 300 ഇഞ്ച് സ്ക്രീൻ സെറ്റാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പം സാധാരണയൊക്കെ നോർമലായിട്ട് വീടുകളിലൊക്കെ 100 അല്ലെങ്കിൽ 120 അല്ലെങ്കിൽ 150 ഇഞ്ചിന്റെ ഒക്കെ സ്ക്രീനുകളാണ് സെറ്റ് ചെയ്യാറുള്ളത്. ഒരു 120 ഇഞ്ചിന്റെ സ്ക്രീനിന് വരെയൊക്കെ ഞാൻ ഇത് പ്രൊജക്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയാണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ, പിക്ചർ ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഞാൻ ഒരു നെഗറ്റീവും ഈ ഒരു പ്രൊജക്ടറിൽ പറയത്തില്ല. ഞാൻ ഈ പറയുന്ന ക്വാളിറ്റി എനിക്ക് കിട്ടിയത് ഞാൻ വെറുതെ ഒരു വാളിൽ സ്ക്രീൻ ഇല്ലാതെ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ്. ഇതിൽ സ്ക്രീനോട് വെച്ച് കഴിഞ്ഞാൽ ഉള്ള കാര്യം കിട്ടില്ലായിരിക്കും. അത്രയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്ക് ഈ പ്രൊജക്ടറിൽ ലഭിക്കും. അതിനോടൊപ്പം തന്നെ ഈ ഒരു പ്രൊജക്ടർ ഫുള്ളി സീൽഡ് ആണ്. ഇതിന്റെ ഒപ്റ്റിക്കൽ കമ്പോണൻസ് ഒക്കെ തന്നെ സീൽഡ് ആണ്. വലിയ ഡസ്റ്റിന്റെ പ്രശ്നങ്ങളൊന്നും പ്രൊജക്ടറിൽ ഉണ്ടാകത്തില്ല. ഞാൻ പല വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, വലിയ ഡസ്റ്റ് ഉള്ള സിറ്റുവേഷനിൽ നിന്ന് പ്രൊജക്ടറുകൾ മാറ്റി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും പ്രൊജക്ടറിൽ വരത്തില്ല. ഡസ്റ്റ് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊജക്ടറിന്റെ പെർഫോമൻസ് കുറയും, അതിന്റെ ക്ലാരിറ്റി കുറയും, സ്മൂത്ത്നെസ് കുറയും. മൊത്തത്തിൽ പ്രശ്നമാണ്. ഡസ്റ്റ് ഒരു വലിയ ശത്രുവാണ് പ്രൊജക്ടറിന്റെ. അപ്പം നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള ഏരിയയിൽ നിന്നൊക്കെ മാറ്റി വെച്ച് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഇതുവരെ Android 15 വരുന്ന ഒരു പ്രൊജക്ടർ അൺബോക്സ് ചെയ്യുകയോ യൂസ് ചെയ്യുകയോ റിവ്യൂ ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഈ ഒരു പ്രൊജക്ടർ Android 15 വരുന്നത്. 3GB RAM ആണ് ഈ പ്രൊജക്ടറിലുള്ളത്. അതേപോലെ തന്നെ 64GB ഇന്റർണൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഒക്ടാകോർ പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇത്രയും കാര്യങ്ങളുടെ ആ ഒരു കോമ്പിനേഷനും ഈ ഒരു പ്രൊജക്ടറിനെ കുറച്ചുകൂടെ നല്ല പെർഫോമൻസ് തരുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് നല്ല രീതിയിലുള്ള പെർഫോമൻസ് കിട്ടും. ലാഗ് ഒന്നുമില്ല. ഒരു ആപ്പിൽ നിന്ന് അടുത്ത ആപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഇതിലെ എല്ലാ ഫംഗ്ഷനുകളും നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് പറയാൻ പോകുന്നത് പ്രൊജക്ടറുകളിൽ ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടതും അതേപോലെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇതിലെ ഓട്ടോമാറ്റിക് ഫീച്ചേഴ്സ്. ഇതിൽ ഓട്ടോ ഫോക്കസിംഗ് ഉണ്ട്, ഓട്ടോ കീസ്റ്റോൺ ഉണ്ട്, ഓട്ടോ ഒബ്സ്ട്രക്കിൾ അവോയ്ഡൻസ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രയോജനം ചെയ്യും. പ്രൊജക്ടർ യൂസ് ചെയ്യാത്ത ഒരാൾക്ക് ഈ ഓട്ടോ ഫോക്കസിങ്ങും ഓട്ടോ കീസ്റ്റോണും എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ നമ്മളിത് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോ ഫോക്കസിങ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്ടർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻഷനും ഇല്ല. ജസ്റ്റ് ഇത് ഓൺ ചെയ്താൽ മതി. എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്ക്രീനൊക്കെ സെറ്റ് ചെയ്ത് ഓട്ടോ ഫോക്കസിങ് ചെയ്ത് ക്ലാരിറ്റിയുള്ള വിഷ്വൽസ് നമുക്ക് തരും. അതല്ല ഈ ഫീച്ചേഴ്സ് ഒന്നും വർക്ക് ചെയ്യാത്ത പ്രൊജക്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം മാനുവലി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഒരു പ്രൊജക്ടറിൽ നമുക്ക് മാനുവലി ചെയ്യാൻ പറ്റും. പക്ഷേ അതിന്റെ ആവശ്യം ഈ ഒരു പ്രൊജക്ടറിൽ ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എനിക്ക് വന്നിട്ടില്ല. കാരണം എല്ലാ കാര്യങ്ങളും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഇതിൽ മറ്റൊരു ഫീച്ചറുകളുണ്ട്. HDMI CEC എന്ന് പറയുന്ന ഫീച്ചർ. അതായത് കൺസ്യൂമർ ഇലക്ട്രോണിക് കൺട്രോൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു ഫീച്ചറിലൂടെ നമ്മൾ HDMI കണക്ട് ചെയ്ത് ഈ CEC ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു റിമോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രൊജക്ടറിന്റെ റിമോട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഡിവൈസും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സൗണ്ട് ബാർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് സൗണ്ട് ബാറിന്റെ റിമോട്ട് യൂസ് ചെയ്യണം, പ്രൊജക്ടറിന്റെ റിമോട്ട് യൂസ് ചെയ്യണം. പക്ഷേ ഈ CEC ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു റിമോട്ട് യൂസ് ചെയ്തുകൊണ്ട് ഇത് രണ്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ ഈ ഒരു പ്രൊജക്ടറിൽ അങ്ങനെ ഒരു ഫീച്ചർ കൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞു വരുമ്പം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഈ ഒരു പ്രൊജക്ടർ പൊളിയാണ്. അപ്പം പ്രൈസ് എത്രയാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. 29,999 രൂപയാണ് ഈ ഒരു പ്രൊജക്ടറിന്റെ പ്രൈസ് വരുന്നത് ആമസോണിൽ. ഇപ്പോൾ സെയിലൊക്കെ നടക്കാൻ പോവാണ്. സെയിൽ ടൈമിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിലും കുറഞ്ഞ റേറ്റിൽ ഈ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ ഇന്നലെ ഒരു പ്രൊജക്ടറിന്റെ വീഡിയോ ചെയ്തിരുന്നു. അത് ഏകദേശം അണ്ടർ 25,000 വരുന്ന ഒരു പ്രൊജക്ടറാണ്. ആ ഒരു പ്രൊജക്ടറിൽ ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് ഒരു 5,000 റുപ്പീസിന്റെ ഡിഫറൻസിൽ ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നുണ്ട്. അതിനേക്കാളും ബെറ്റർ ക്വാളിറ്റി, അതിനേക്കാളും നല്ല ഫീച്ചേഴ്സും ഒക്കെ ഈ ഒരു പ്രൊജക്ടറിലാണ് വരുന്നത്. അപ്പം ഓരോരുത്തരുടെ പ്രൈസ് സെഗ്മെന്റിനനുസരിച്ചാണ് നമ്മൾ പ്രൊജക്ടറോ എന്ത് സാധനമാണെങ്കിലും പർച്ചേസ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രൈസ് സെഗ്മെന്റ് 25,000 അണ്ടറിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെഗ്മെന്റിലുള്ള പ്രൊജക്ടർ, അതല്ല നിങ്ങൾക്ക് 25,000 to 30,000 ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഒരു സെഗ്മെന്റിലേക്കുള്ള പ്രൊജക്ടറുകളും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഈ എല്ലാ സെഗ്മെന്റിലുള്ള, അതായത് ഒരു 5,000 രൂപ തൊട്ട് 30,000, 40,000, 50,000 രൂപ വരെയുള്ള പ്രൊജക്ടറുകളെ കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണമെങ്കിൽ ഞാൻ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതോടെ ആ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലും ഐ ബട്ടണിലും ഒക്കെ പ്രൊജക്ടർ വീഡിയോകളുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതുമല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലിൽ കയറി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ
നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ആ വീഡിയോകളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഏത് പ്രൊജക്ടർ വാങ്ങണം എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. അതുമല്ല, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്ടറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സംശയങ്ങളുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എന്നെ ഒന്ന് ഫോളോ ചെയ്തിട്ട് DM ചെയ്ത് കഴിഞ്ഞാൽ സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ റിപ്ലൈ തരാനൂടെ ശ്രമിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിൽ നല്ലൊരു അൺബോക്സിംഗ് റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.